പാപ്പാന്മാരുടെ വാശി തീർക്കാൻ കൊടുത്ത അടികൾ പലതും മർമ്മസ്ഥാനത്തും കൊണ്ടതിനെ തുടർന്നായിരുന്നു ആ കൊമ്പൻ ചെരിഞ്ഞത്. നാട്ടുകാരുടെ പ്രിയപ്പെട്ടവനായ ആനയുടെ ജീവനെടുത്ത പാപ്പാന്മാരെ അന്ന് ആളുകളുടെ കയ്യിൽ കെട്ടിയിരുന്നെങ്കിൽ അവർക്ക് എന്ത് സംഭവിക്കുമെന്ന് പറയേണ്ടതില്ലല്ലോ. ജനങ്ങൾ അത്രയും പ്രകോപിതരായിരുന്നു. കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് നടന്നതാണെങ്കിലും ഇന്നും ആറന്മുളയിലെ ആളുകളുടെ ഉള്ളിൽ ഒരു മായാചിത്രമായി നിലനിൽക്കുന്ന ആറന്മുള മോഹനൻ. ശബരിമല ശാസ്താവിന്റെ തിടമ്പേറ്റാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ഗജവീരൻ. അഴകുകൊണ്ടും ഉയരം കൊണ്ടും സ്വഭാവം കൊണ്ടും എല്ലാവരുടെയും പ്രിയപ്പെട്ടവനായി മാറിയ ആന. 1961 ഫെബ്രുവരി 5-ാം തീയതിയായിരുന്നു നെടുംകുന്നം സ്വദേശിയായ കേശവൻ നായർ മോഹനനെ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്ക് നടയിരുത്തിയത്. നടയിരുത്തുമ്പോൾ ആനയുടെ പ്രായം വെറും 5 വയസ്സ് മാത്രമായിരുന്നു. അങ്ങനെ വളരുംതോറും മധ്യ തിരുവിതാംകൂറിലെ തന്നെ ആനകളിൽ ഉത്സവ പരിപാടികളിൽ ഏറ്റവും തിരക്കുള്ള കൊമ്പനായി മോഹനൻ മാറുകയും ചെയ്തു. ചട്ടക്കാർക്കൊന്നും യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും സൃഷ്ടിക്കാത്ത ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ കൊണ്ടു നടക്കാൻ കഴിയുമായിരുന്ന അവനെ ഒടുവിൽ ഇല്ലാതാക്കിയതും അവന്റെ പാപ്പാന്മാർ തന്നെയായിരുന്നു. ചെങ്ങന്നൂരിലെ ഉത്സവം കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ തടി പിടിക്കാൻ ആനയെ ശ്രമിപ്പിക്കുന്നതിന് വേണ്ടി പാപ്പാന്മാർ ആനയെ ഉപദ്രവിക്കുന്നു. എന്നാൽ അത് നാട്ടുകാർ ചോദ്യം ചെയ്തതോടെ അന്നത്തെ ആനയെ കൊണ്ട് അവർ ആറന്മുളയ്ക്ക് യാത്ര തിരിച്ചു. മദ്യലഹരിയിലായിരുന്ന അവർ പോകുന്ന വഴിയെല്ലാം ആനയെ ആക്രമിച്ചു. ഒടുവിലവൻ മരണത്തിന് കീഴടങ്ങുകയും ചെയ്തു. ആറന്മുളയിലെ ജനങ്ങൾ ആകെ പ്രകോപിതരായ ദിവസമായിരുന്നു അത്. അതിൽ പ്രതിഷേധിച്ച് ആളുകൾ സമരം വരെ നടത്തുകയും ചെയ്തു. എന്നും അന്നും ഇന്നും ഒടുവിലൊരു നോവായി അവൻ ആറന്മുളക്കാരുടെ മനസ്സിൽ നിലകൊള്ളുന്നു.